നമസ്കാരം, ഞാൻ സജി പൊന്നൻ. മീഡിയ മോഷൻ ഓൺലൈനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതോടൊപ്പം ഞങ്ങളുടെ ന്യൂസ് പോർട്ടലായ ചേർത്തല ഓൺ ലൈവിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മീഡിയ മോഷൻ ഓൺലൈനിൽ അതിഥിയെ എത്തിയിരിക്കുന്നത് ഒരു കലാകാരനാണ്. കാവാലം ശശികുമാർ എന്ന ഒരു നടൻ. ചിലപ്പോൾ കാവാലം ശശികുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ 90 കാലഘട്ടത്തിൽ മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മോഹൻലാലിൻ്റെ രൂപസാദൃശ്യവുമായി മലയാളത്തിൽ വന്ന പ്രിയപ്പെട്ട നടൻ അദ്ദേഹം മദൻലാൽ. അദ്ദേഹം മലയാള സിനിമയിൽ ആ 90 സമയത്ത് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയിലൂടെ വന്നതിന് ശേഷം മലയാള സിനിമയിൽ നിന്ന് തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷനായ ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരുപാട് കഥകൾ അതിനെക്കുറിച്ചും വന്നു. അദ്ദേഹം എന്താണ് ഇങ്ങനെ ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്തതെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ മദൻലാലിനെ. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ ചേട്ടൻ്റെ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സാഹചര്യം, ചേർത്തല ഓൺലൈനിന് വേണ്ടിയിട്ട് ചേട്ടനെ ഒന്ന് കാണാൻ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സമീപിക്കാനായിട്ട് തോന്നിയത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സുനീഷ് വാരനാടുണ്ട്, നമ്മുടെ തിരക്കഥാകൃത്ത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് വാരനാടൻ കഥകളെന്ന് പറഞ്ഞ്, വാരനാടൻ ഓർമ്മകളെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൊരു ചെറിയ റൈറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പണ്ട് ചെറുപ്പകാലത്ത് തൻ്റെ നാട്ടിൽ വാരനാട്ട് മോഹൻലാൽ വന്നു എന്ന് പറഞ്ഞ് നാടൊന്ന് ഇളകിയ ഒരു കഥ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വന്നത് സാക്ഷാൽ മദൻലാലായിരുന്നു. അപ്പോൾ ആ ഒരു എഴുത്ത് അത് വായിക്കാനിടയായ സാഹചര്യമാണ് മദൻലാലി ഏട്ടനെ നമ്മൾ ചേർത്തല ഓൺലൈവിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ സ്നേഹപൂർവ്വം സ്വാഗതം. മലയാളികൾക്ക് എല്ലാവർക്കുമുള്ളൊരു സംശയം, അതായത് ഒരുപാട് കഥകളും അതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതായത് മലയാള സിനിമയിലേക്ക് വരുന്നത് തന്നെ ഡബിൾ റോളിൽ ആദ്യമായി വരുന്നത്, അതും മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിൻ്റെ രൂപസാദൃശ്യവുമായിട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചേട്ടൻ മലയാള സിനിമയിലെന്നല്ല, സിനിമാ രംഗത്തേക്ക് കാണുന്നില്ല, അഭിനയ മേഖലയിലേക്ക് കാണുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കഥകളും ഇറങ്ങി. ശരിക്കും അതിൻ്റെ അത്രയും നാളത്തെ ഒരു ഗ്യാപ്പ്, ഒരു 10-27 വർഷമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അതെന്തായിരുന്നു? ഇന്ന് അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സൂപ്പർ സ്റ്റാർ എന്ന ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ലാവണ്യ മൂവീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അവർ എന്നെക്കൊണ്ട് 1 വർഷത്തേക്ക് ഒരു എഗ്രിമെൻ്റ് ഒപ്പിച്ച് വേറൊരു ഫിലിമിലും അഭിനയിക്കരുതെന്ന് 1 വർഷം കഴിയാതെ. അതെനിക്കൊരു ഇതായി വന്നു. അതുകൂടാതെ പിന്നെ അതേ തുടർന്ന് എനിക്കൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പം ഇങ്ങനെ 2-3 ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വന്ന ഒരു ബ്രേക്കാണ് എന്നെ ഈ ഫീൽഡിൽ നിന്ന് ഇച്ചിരി മാറ്റി നിർത്താൻ കാരണമായത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ PG വിശ്വംഭരൻ സാറിൻ്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. എൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ആ പടത്തിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ സീരിയൽ രംഗത്തേക്ക് ഞാനങ്ങ് നീങ്ങി. ദൂരദർശൻ്റെ അങ്ങനെ പോയി. പിന്നെ തമിഴ്നാട്ടിൽ എനിക്ക് 2-3 വർക്കൊക്കെ കിട്ടി, അതുമായി. പിന്നെ ഈ ഒരു ബ്രേക്കായിപ്പോയി.
അത് വലിയൊരു ഗ്യാപ്പായിരുന്നു. കാരണം ഗ്യാപ്പാണ്. അതിനെക്കുറിച്ചൊരു കഥ എന്ന് പറയുന്നതല്ലേ, മോഹൻലാലിന്റെ ഫാൻസുകാര് താങ്കളെ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ പെരുമാറി. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്നൊക്കെ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഓ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മോഹൻലാലിൻ്റെ ഫാൻസ് തന്നെ എൻ്റെ ഫാൻസ് ആയിട്ടുണ്ടോ, മനസ്സിലായോ? ഫാൻസ് എന്ന് പറയാറായിട്ടില്ല, അവർക്ക് എന്നെ വളരെ താല്പര്യമായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പം അവരുമായിട്ട് കമ്പനി കൂടാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. വേറെ അതായ ഒരു വിഷയങ്ങളും അതിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഈ ഒരു എഗ്രിമെൻറ്റും ഈ ആക്സിഡൻറ്റുമാണ് എന്നെ പിന്നോട്ടടിച്ചത്, അല്ലാതെ വേറെ ഒന്നും അല്ല ഇതിനകത്ത്. വിനയ സാറ് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് താങ്കളെ ചെന്നൈയിൽ വെച്ച് കണ്ടെത്തുന്ന ഒരു കഥയാണ്, അതിനൊന്ന് പറയാമോ അതെങ്ങനെ? ഞാൻ ഒരു SSC കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുള്ളിയുടെ അസോസിയേറ്റ് എന്നെ കാണാനിടയായി. അന്നേരം ആളല്ല എന്നെ രീതി അന്ന് എന്താ നാണമാകുന്നു മീനു എന്നൊരു പാട്ടുണ്ടല്ലോ, ആ ഒരു സിനിമയുടെ അതിറങ്ങിയ കാലയളവായിരുന്നു. അപ്പോൾ അതേ മോഹൻലാലിട്ടിരുന്ന ഷർട്ട്, നീല ഷർട്ടും വെള്ള പാൻസും ആയിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അത് വെച്ച് ഞാനാണെന്നുള്ളൊരു മറ്റൊരാളാണെന്നുള്ളൊരു ധാരണയിൽ വന്ന് അതൊരു ടേണിംഗ് പോയിന്റ്. അത് ടേണിംഗ് പോയിൻ്റാണ്. അതോടുകൂടി പുള്ളി വിനയേട്ടനെ വിളിച്ച് പറഞ്ഞ് ഇന്ന പോലെ ഇന്ന ആൾ വന്നിരിക്കുന്നു, പുള്ളി മോഹൻലാലിനൊന്നും അല്ല, പക്ഷേ ആളല്ല ഇവിടെ പൊതിഞ്ഞിരിക്കുന്നു, പുള്ളിയുടെ ഷർട്ടൊക്കെ വരെ പിടിച്ച് കീറി ഒന്ന് കാണാനുള്ള കൊതിയുണ്ട്. അങ്ങനെ പോലീസ് ഇടപെട്ട് പുള്ളിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതാരാ എന്താന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചാണ് എന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു അവിടെ വെച്ചെന്ന് കാണുന്നതാണ് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയിലേക്കുള്ള തുടക്കമല്ലേ, തുടക്കം വരുന്നത്. അതും കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി തന്നെ ഡബിൾ റോളിൽ വരിക എന്ന് പറഞ്ഞാൽ, ഡബിൾ റോളിൽ നായകനായിട്ട് 5 നായികമാരോടൊപ്പം അഭിനയിക്കുന്ന ഇന്നത്തെ ഗാനഗന്ധർവന് യേശുദാസ് പാടിയ 4 പാട്ടും പാടി അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധ്യത ഇത്രയും നല്ലൊരു സിനിമയില്ല, അതായത് മലയാളത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട, കാരണം പുതുമുഖങ്ങളെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു സംവിധായകനില്ല വിനയ് സാറിനെ പോലെ. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ ഇങ്ങനെ വന്നിട്ട് വീണ്ടും കാണാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഇന്ന കാരണം കൊണ്ടാണ് ഈ ആക്സിഡൻറ്റും ഈ എഗ്രിമെൻറ്റുമാണ് എന്നെ വലച്ചു കളഞ്ഞത്, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ പുതിയ വർക്കുകളൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം? പുതിയത് ഇപ്പം ഞാൻ 2 സീരിയലിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവൻ ഏകലവ്യൻ എന്നുള്ള ഒരു പടം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കൊറോണ കാരണം അതെല്ലാം ബ്രേക്കായി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വേറെ 2 പടത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു 2 പടം സംവിധാനം ചെയ്യാനുള്ള അവസരം കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ, മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ ഒരു രൂപസാദൃശ്യം ഇത്രയും ഒത്തുവന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് തൻ്റെ അഭിനയ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അതൊരു ദോഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ലാലേട്ടനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓരോരുത്തർ വരാറുണ്ട്, എന്നെ വെച്ച് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അതൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ, ലാലേട്ടൻ ഏതായാലും അറിയാം എൻ്റെ രൂപഭാവത്തിലുള്ള ഒരാളുടെ സിനിമ വന്ന കാര്യവും അല്ലേ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ലാലേട്ടനെ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം ഒന്ന് പറയാം? എന്ത് ചോദിക്കാനാ, എനിക്ക് നല്ലൊരു വേഷം തരുമോ എന്ന് ചോദിക്കും, കൂടെ അഭിനയിക്കാൻ എന്നാ ചോദിക്കത്തരുത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ഈ രൂപം, അതായത് ലാലേട്ടൻ്റെ ഈ ഒരു മുഖസാമ്യം, ഇത് നമുക്ക് ജീവിതത്തിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്? അത് ഒരു കല്യാണ പാർട്ടിക്കൊന്നും പോകാൻ പറ്റുകയില്ല, മരണ വീട്ടിൽ ചെല്ലാൻ പറ്റുകയില്ല, എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. അപ്പം നമുക്കൊരു ചമ്മലുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ലായിരുന്നു. പിന്നെ ഈ മദൻലാൽ എന്ന ആൾ ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായതിന് ശേഷമാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായത്, മനസ്സിലായോ? അങ്ങനെ മരണ വീട്ടിൽ ചെല്ലുന്ന സമയത്തും ശവത്തിൻ്റെ അടുക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇത് ഇന്നയാൾ വന്നെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും കുടുംബമായിട്ടൊക്കെ എവിടെയെങ്കിലും പോയാൽ ഭയങ്കര ആൾക്കാർ നോട്ടവും ഇതൊക്കെയാണ്. ഞാനും ചേട്ടനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ചാണ്, ഞാൻ ചേർത്തല ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ചാണ് ഞാനും കാണുന്നത്. ഓക്കെ. ഈ സൂപ്പർ സ്റ്റാറിൽ അന്ന് മലയാളത്തിലെ മുൻനിര നടന്മാരുടെ കൂടെയാണ് അഭിനയിച്ചത്. നമ്മുടെ ജഗദീഷും ഇന്നസെന്റ് ഏട്ടനും അതുപോലെ അത്രയും മുൻനിര നടന്മാരുടെ കൂടെയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം?
അത് എല്ലാവരും എന്നോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. എൻ്റെ പോരായ്മകൾ അവർ പറഞ്ഞു തന്നു. ജഗതിച്ചേട്ടനാണ് കൂടുതലും എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. ജഗതിച്ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരു പുതുമുഖം എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എല്ലാം ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു ആ സെറ്റിൽ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ, പിന്നെ അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യമാണ് എൻട്രി തന്നെ ഡബിൾ റോളിൽ അഭിനയിക്കുക എന്നത്. പിന്നെ ഇത്രയും പ്രശസ്തരുടെ കൂടെ അത് പ്രശസ്തരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. കാരണം വിനയേട്ടൻ എന്നോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു, ധൈര്യം പകർന്നു തന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ, ഞാനുണ്ട്, നീ എന്നെ മാത്രം ഓർത്താൽ മതി എന്നാണ്. ആ ഒരു ധൈര്യമാണ് ഈ നിമിഷം വരെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാൻ എനിക്ക് തുണയായത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പുതുമുഖങ്ങളോട് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം, അതായത് ഇത്രയും പ്രോത്സാഹനം വേറൊരു സംവിധായകനും കൊടുക്കല. ചങ്കൂറ്റമുള്ള തൻ്റെ ഉള്ള ഒരേ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ വിനയനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് വിനയേട്ടൻ്റെ ഒരു പ്രത്യേകത കൂടെ മാത്രമേ. ഈ 10-27 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയിലും അദ്ദേഹം ഒരു വേഷം തന്നു. അതെങ്ങനെയായിരുന്നു? അദ്ദേഹം വിളിച്ചതാണോ, എങ്ങനെയാണോ? ഞാൻ ആ സമയത്ത് ഞാൻ സിംഗപ്പൂരിലായിരുന്നു. ഈ വിനയേട്ടൻ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ കൈരളിയിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എന്നെ വിളിച്ചിട്ട് പറയാൻ തന്നെ പോലെ അതിനകത്തൊരു വേഷമുണ്ട്, അത് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് കോൺടാക്ട്സ് ഒന്നും ഇല്ലേ? ഇല്ല, ഞാൻ ഇന്ന് വരെ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് ഇന്ന് വരെ പുള്ളിയെ വിളിക്കുകയോ പുള്ളിയെ ചെന്ന് കാണുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ. ഒരു സംവിധായകനോട് ഞാൻ എനിക്കൊരു ചാൻസാണെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അതെന്തോ ഈഗോ ഒന്നും അല്ല, നമ്മൾ ചെല്ലുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും, അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് വിനയേട്ടൻ എന്നെ അന്ന് കാണുമ്പോഴൊക്കെ പറഞ്ഞു, നിനക്ക് ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്ത് എത്ര ഹിറ്റായിരിക്കുന്നു, നിനക്കൊന്ന് എന്നെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ, ഒന്ന് വിളിച്ച് വയ്ക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാതിരുന്നത് ചില നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയായിട്ട് തോന്നിയിട്ടില്ലേ? ഇല്ല, ഞാൻ ആദ്യമൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട്. അന്നേരം വിനയേട്ടനും ഒരു 2 പടം കഴിഞ്ഞപ്പം പടം ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാലയളവിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും, എല്ലാവരും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടടാ, നീ മാത്രമേ ഉള്ളൂ എന്നെ വിളിക്കാത്തവളെന്ന്. അപ്പോൾ അത് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. നമ്മൾ ആര് വിളിച്ചാലും ഒരു തിരക്കുള്ള ഒരു സംവിധായകന് അല്ലെങ്കിൽ നടന് അത് ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കണ്ടത് ഒതുങ്ങിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ നല്ല ഹിറ്റുകളായ സിനിമകളുണ്ട്. അപ്പോൾ അതിലൊരു പക്ഷേ വിളിച്ചിരുന്നെങ്കിൽ അതിലൊക്കെ നല്ല വേഷം ചെയ്യാൻ. നല്ല വേഷം അത് വിനയേട്ടൻ പറയുകയും ചെയ്തു, എന്നെ നീ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, നീ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചാൽ ഇതിനകത്ത് നല്ലൊരു വേഷം നിനക്ക് ചെയ്യാമായിരുന്നു. എല്ലാ പടത്തിലും ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത്, അപ്പോൾ അതുപോലെ നിന്നെ ഉയർത്താനും എനിക്ക് കഴിയും. അതുകൊണ്ട് ഇനിയും കുഴപ്പമില്ല, ഇനിയും നീ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു ആ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനിലെ കഥ ചേട്ടൻ പറഞ്ഞത്. കാരണം യാദൃച്ഛികമായിട്ട് കണ്ടെത്തുന്നതും അങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ ഞാനൊരു നാട്ടിൻപുറംകാരനാണ്. അവർക്ക് സിനിമയൊന്നും വലിയ കമ്പമുള്ള ആൾക്കാരല്ല, മനസ്സിലായേ. പക്ഷെ ഞാനിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞപ്പം അച്ഛൻ ദേഷ്യപ്പെട്ട്, എടാ പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, അങ്ങനെ ഒരു ജോലി ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ കലാരംഗത്തൂടെ വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ അച്ഛനും അങ്ങ് സമ്മതിച്ച്, അതേ ഉള്ളൂ. ആലപ്പുഴ ശാന്തി തിയേറ്ററിൽ സൂപ്പർ സ്റ്റാർ റിലീസ് ചെയ്യുന്ന സമയത്ത് കാവാലത്ത് നിന്ന് നാട്ടുകാർ കെട്ടുവെള്ളത്തിലാണ് ചേട്ടൻ്റെ സിനിമ കാണാനായിട്ട് വന്നല്ലേ, ആ ഒരു ഓർമ്മ ഒന്ന് പറയാം. അത് ഇന്ന പോലെ നമ്മളെ കുട്ടനാട്ടിലുള്ള ഒരു പയ്യനാണെന്ന് പറഞ്ഞ് കെട്ടുവെള്ളത്തിലാണ് ആൾക്കാർ കുടുംബസഹിതം വന്ന് കണ്ട പടം വിജയിപ്പിച്ചത്. അതിലെനിക്ക് എൻ്റെ നാട്ടുകാരോട്, എല്ലാ നാട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളിപ്പോൾ സിനിമയിലുള്ള ഒരു രംഗപ്രവേശനത്തിന് നാടകം, ചേട്ടൻ നേരത്തെ നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ്, പ്രൊഫഷണലായിട്ടുമൊക്കെ, അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. വിനയേട്ടൻ്റെ തന്നെ ഒരു ട്രൂപ്പുണ്ടായിരുന്നു, അവിടേക്കാണ് എന്നെ ആദ്യം കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിനകത്ത് നായിക വേഷമായിരുന്നു ചെയ്തത്. അത് ഒരു 4 സ്റ്റേജ് ചെയ്തപ്പോഴത്തേക്കും വിനയേട്ടൻ സിനിമ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ അത് കളിക്കാൻ പറ്റിയില്ല. പിന്നെ എന്നെ വിനയേട്ടൻ്റെ വീട്ടിൽ തന്നെ ഇരുത്തിക്കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. ഓരോ സീൻ എഴുതുമ്പോഴും എന്നെ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ മനസ്സിലിട്ട് അത് സ്ഫുടം ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നാടകത്തിന് പോയിട്ടില്ല. പിന്നെ സിനിമാക്കാരനായി ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
ഞാനിപ്പോൾ നല്ലൊരു കഥ അതിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊറോണ വന്നതുകൊണ്ട് അത് ഇച്ചിരി ബ്രേക്ക് ചെയ്തു. എന്നാലും എഴുത്ത് നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ വർക്ക് ആരംഭിക്കും. അതുപോലെ തന്നെ നമ്മളെ ഈ സീരിയലുകളുടെയൊക്കെ ഒരു സമയത്ത് ദൂരദർശനിൽ ഈ ചെറിയ സീരിയലൊക്കെ അതൊരു 13 ഇന്നിപ്പോൾ 2-3 വർഷമൊക്കെ കളിക്കുന്നതിന് പകരമായിട്ടുള്ള അന്നത്തെ 13 എപ്പിസോഡാണ് അന്നത്തെ മെഗാ സീരിയൽ. അതിലൊക്കെ ഒത്തിരി അത് നിറയെ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊക്കെ ടെലിഫിലിമാണ്, ദൂരദർശൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിറയെ ടെലിഫിലിമുകൾ ചെയ്ത് അതിനുശേഷമാണ് അവർ 13 എപ്പിസോഡ് ആക്കി കൊടുക്കുന്നത്. അതിനകത്തും ഞാൻ നിറയെ കളിച്ചിട്ടുണ്ട്. പിന്നെ അത് 53 മറ്റേ ആക്കി 52 എപ്പിസോഡായപ്പം പിന്നെ ഏഷ്യാനെറ്റ് തുടങ്ങി. ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സ്ക്രീൻ നെയിമായിരുന്നു നമ്മുടെ വിനയൻ സാറ് പ്രസന്റ് ചെയ്തൊരു പേരായിരുന്നു മദൻലാൽ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഏത് പേരിലാണ് ശരിക്കും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ? ശരി, ഇപ്പം എന്നെ അറിയപ്പെടുന്നത് മദൻലാൽ എന്ന് തന്നെയാണ്. അതങ്ങോട്ട് തുടർന്ന് പോട്ടെ. അപ്പോൾ ഈ ഇതിന് ശേഷം കുറച്ച് കാലയളവിന് ശേഷം കുറച്ച് തമിഴ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയല്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാനിപ്പോൾ ഒരു 7 തമിഴ് സിനിമ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരെണ്ണം ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറ്റാലത്ത്. അന്നേരമാണ് ഇത് ബ്രേക്ക് വന്നത്. ഈ കൊറോണ വന്നതുകൊണ്ട് അത് ബ്രേക്കാക്കി. ഇനി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് വരാൻ. അതുകൂടാതെ 2 ചാനലിൻ്റെ 2 കോമഡി ഉണ്ട്. അതിനകത്ത് നായകനായിട്ടാണ് 2 എണ്ണവും. അതിൻ്റെ ഷൂട്ടൂടെ നടക്കുന്നു. ഫാമിലിയെ പറ്റി ഒന്ന് പറയാം. ഫാമിലി എനിക്കറിയാം, ഭാര്യയുടെ ഒരു വിയോഗമൊക്കെ ശരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അല്ലേ? എൻ്റെ ഒരു ആക്സിഡൻറ്റിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു. പിന്നെ 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. ഒരു സിംഗപ്പൂരിലാണ്. അവരൊക്കെ ഏതായാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണല്ലോ? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ മോള് ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോളും മോനും അവിടെ നിന്ന് വിളിച്ചിരുന്നു. നല്ല രീതിയിൽ ചെയ്തതാണോ, കുഴപ്പമില്ല. അവരും ഇനി അച്ഛനെ വെള്ളിത്തിരയിൽ കാണാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിനെ മോൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നൊരു പഴയ സിനിമ പറയുന്ന പോലെ. അപ്പോൾ ഒത്തിരി അവസരങ്ങളൊക്കെ ഇനിയും തീർച്ചയായിട്ടും വരും. ഇനിയും ഒരുപാട് അവസരങ്ങൾ. ഇനി മലയാള സിനിമയിൽ ഈ മുഖം, ഈ ലാലേട്ടനുമായിട്ട് സാമ്യമുള്ള ഈ മുഖം വെള്ളിത്തിരയിൽ ഇനിയും തെളിയണം. അത് കാണാനായിട്ട് നമ്മൾ പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇനി ഉണ്ടാകട്ടെ. എല്ലാ ഭാഷകളിലും അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഇനി ഇതുപോലെ മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ വിട്ടുനിൽക്കാനുള്ളൊരു മനോഭാവമില്ലാതെ ശരിക്കും മുന്നിട്ടിറങ്ങി ഒത്തിരി വേഷങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും നല്ല ശക്തമായ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം ഭാര്യയുടെ വിയോഗവും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പം മനസ്സിലൊക്കെ ഒതുക്കി ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് ജഗദീശ്വരൻ അതിനുള്ള കഴിവും തൻ്റെ ഇടവും എനിക്ക് തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടാകും. അതിന് ഞാൻ സിനിമയിൽ നല്ല ശക്തമായി തന്നെ ഇനിയും തുടരാൻ തന്നെ തിരിച്ചു വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം ചേട്ടാ, ചേർത്തല ഓൺലൈനിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിന്. ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, കലാപ്രവർത്തനങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും ഇനി ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകട്ടെ. മലയാള സിനിമയിൽ ഈ മുഖം എപ്പോഴും ആൾക്കാർക്ക് ഒരു നിമിഷം മറന്നിരിക്കാൻ പറ്റാത്ത രീതിയിൽ തെളിഞ്ഞു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും, എല്ലാവിധ പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്.